എടാ ഷിൻജാന, നീ എന്താടാ ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്നത്? സാധാരണ നീ ഇങ്ങനെയല്ലല്ലോ, എന്ത് പറ്റി? അത് പിന്നെ ഫ്രാങ്ക് ബ്രോ, നമ്മുടെ വീഡിയോ ഒക്കെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരും ലൈക്കും ചെയ്യുന്നില്ല, ചാനൽ സബും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു വിഷമം. നീ വിഷമിക്കേണ്ട ഷിൻജാന, ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്തോളും. എടാ ഷിൻജാന, നീ ഇത് നോക്കിക്കേ, ഈ റോഡിന്റെ നടുവിൽ കിടക്കുന്ന ഈ ട്രക്ക് നമ്മുടെ പുഷ്പയുടെ ട്രക്കാണല്ലോ. ഇതെങ്ങനെയാടാ ഇവിടെ വന്നത്? ഫ്രാങ്ക് ബ്രോ, എനിക്ക് തോന്നുന്നത് ആരോ മോഷ്ടിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതായിരിക്കും. ശരിയാടാ ഷിൻജാന, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ഇനിയിപ്പോൾ ഈ ട്രക്ക് കൊണ്ട് നമ്മൾ എന്താടാ ചെയ്യാ? ഫ്രാങ്ക് ബ്രോ, നമുക്ക് ഈ ട്രക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള സാധനം എടുത്ത് പുഷ്പക്ക് കൊണ്ടുപോയി കൊടുത്താലോ? എന്നാ ഷിൻജാന, ഞാനിതൊന്ന് തുറക്കട്ടെ, 2-3 സ്റ്റിക്കി ബോംബ് ഇട്ടേക്കാം. എടാ ഷിൻജാന, വേഗം അവിടെ നിന്ന് മാറി എൻ്റെ അടുത്ത് വന്ന് നിൽക്ക്. എടാ ഞാനിത് പൊട്ടിക്കാൻ പോകാണ്, ഒന്ന് ശ്രദ്ധിച്ച് നിന്നോ. എടാ ഷിൻജാന, ട്രക്ക് ഓപ്പൺ ആയിട്ടുണ്ട്, വേഗം വാ, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോയി നോക്കാം. എടാ ഷിൻജാന, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ, ഇത് മുഴുവൻ കാലിയാണ്. ഇനിയിപ്പോൾ എന്താടാ ചെയ്യുക? എന്ത് ചെയ്യാം, നമുക്ക് ഈ ട്രക്ക് പുഷ്പക്ക് കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് സംഭവിച്ചതെല്ലാം പറഞ്ഞാൽ പോരെ? എടാ ഷിൻജാന, അങ്ങനെ ചെയ്ത് ചിലപ്പോൾ പുഷ്പ നമ്മൾ ഈ ട്രക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയി ഇതിനകത്തുള്ളതൊക്കെ എടുത്ത ശേഷം കൊണ്ടുവന്നാണെന്ന് കരുതിയാലോ? അങ്ങനെയാണെങ്കിൽ പുഷ്പ അപ്പോൾ തന്നെ നമ്മളെ കൊല്ലും. എന്നാൽ ഫ്രാങ്ക് ബ്രോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കാം. ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്ത ശേഷം കമന്റ് ബോക്സിൽ എസ് എന്ന് കമന്റ് ചെയ്ത് നമുക്ക് ഈ ട്രക്ക് കൊണ്ടുപോയി പുഷ്പ കൊണ്ടുപോയി കൊടുക്കാം. അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കണ്ട.